CMRL എക്സാലോജി കേസിൽ തുടർ നടപടികളിൽ സാങ്കേതിക തടസ്സം നേരിട്ട് ഇഡി. അന്വേഷണത്തിന്റെ ഭാഗമായി വീണ വിജയൻ അടക്കമുള്ളവരുടെ മൊഴിയും രേഖകളും ആവശ്യപ്പെട്ട് എറണാകുളം സെഷൻസ് കോടതിയിൽ ഇഡി അപേക്ഷ നൽകിയിരുന്നു. എന്നാൽ ഉടൻ രേഖകൾ നൽകാനാവില്ലെന്നാണ് വിചാരണ കോടതിയുടെ മറുപടി. ഇതിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കാനൊരുങ്ങുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. CMRL എക്സാലോജി കേസിൽ SFIO കുറ്റപത്രം സമർപ്പിച്ചതിന് പിന്നാലെ കോടതിയിൽ അപേക്ഷ നൽകി ഇഡി കുറ്റപത്രം വാങ്ങിയിരുന്നു. ഈ കുറ്റപത്രം പരിശോധിച്ചതിന് ശേഷമാണ് കേസുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളുടെയും പകർപ്പും വീണ വിജയൻ അടക്കമുള്ളവരുടെ മൊഴിയും ആവശ്യപ്പെട്ട് ഇഡി വീണ്ടും കോടതിയെ സമീപിച്ചത്. എന്നാൽ CMRL എക്സാലോജി കേസിൽ രേഖകൾക്കായി കാത്തിരിക്കേണ്ടി വരും എന്ന മറുപടിയാണ് വിചാരണ കോടതിയിൽ നിന്ന് ലഭിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ മകളുടെ മൊഴിപ്പകർപ്പും മറ്റ് രേഖകളും നൽകാൻ ഈ ഘട്ടത്തിൽ വേണ്ടത്ര സൗകര്യമില്ലെന്ന് വിചാരണ കോടതി പറയുന്നു. 1,00,000 ലക്ഷത്തിനടുത്ത് രേഖകളുണ്ടെന്നും പകർപ്പെടുക്കാൻ വേണ്ടത്ര സൗകര്യമില്ലെന്നും ഇഡിക്ക് സെഷൻസ് കോടതി മറുപടി നൽകി. ഫോട്ടോസ്റ്റാറ്റ് മെഷീനുകളും പേപ്പറുകളും എത്തിക്കാമെന്ന് ഇഡി അറിയിച്ചെങ്കിലും അങ്ങനെ അനുവദിക്കാൻ അധികാരമില്ലെന്ന് വിചാരണ കോടതി അറിയിച്ചു. SFIOയിൽ നിന്ന് നേരിട്ട് റിപ്പോർട്ട് വാങ്ങുന്നതിന് ഹൈക്കോടതി ഉത്തരവിൽ വിലക്കുണ്ട്. അതിനാൽ ഇഡിക്ക് അന്വേഷണം തുടരണമെങ്കിൽ ഇനി ഹൈക്കോടതിയിൽ നിന്ന് അനുകൂല ഉത്തരവ് വരണം. കരിമണൽ കേസിൽ സഹായമുറപ്പിക്കാൻ CMRL കമ്പനി വൻതുക ചെലവഴിച്ചെന്ന കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ കുറ്റസമ്മതം നടത്തിയെന്ന് SFIO സമർപ്പിച്ച പ്രോസിക്യൂഷൻ കംപ്ലയിന്റിൽ പരാമർശമുണ്ടായിരുന്നു. വീണയുടെ കമ്പനിയായ എക്സാലോജിക് സൊല്യൂഷൻസ് ഒരു സേവനവും നൽകിയിട്ടില്ലെന്ന് സമ്മതിച്ചതായാണ് റിപ്പോർട്ടിലുള്ളത്. എന്നാൽ SFIOയ്ക്ക് ഇങ്ങനെയൊരു മൊഴി നൽകിയെന്ന പ്രചാരണം വാസ്തവ വിരുദ്ധമാണെന്ന് വീണ വിജയൻ പ്രതികരിച്ചിരുന്നു. അമൃത ന്യൂസ്, കൊച്ചി.